الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ വിജയക്കൊടി പാറിയ യുദ്ധമായിരുന്നു തുസ്തർ യുദ്ധം. സഹാബാക്കൾ ഒരുമിച്ചുകൂടി വിജയത്തിൻ്റെ അവസാന ഘട്ടം അത് സുബഹി നമസ്കാരത്തിൻ്റെ സമയത്താണ്. പല സഹാബത്തിനും ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. അതിലൊരു സ്വഹാബി വര്യനായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുകയാണ്, വേദനിക്കുകയാണ്. സഹാബത്തിൻ്റെ പക്കൽ നിന്നുള്ള ചോദ്യം കടന്നു വരുന്നുണ്ട്, അനസേ എന്തിനാണ് കരയുന്നത്? മറ്റു യുദ്ധങ്ങളെപ്പോലെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. തുസ്തർ എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ഏറെ ഗുണകരമായിട്ടുള്ളൊരു യുദ്ധം തന്നെയായിരുന്നു. പിന്നെ എന്തിനാണ് അനസെ കരയുന്നത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മറുപടി, സഹാബ, എൻ്റെ സുബഹിൻ്റെ ജമാഅത്ത് എനിക്ക് ആദ്യമായി നഷ്ടപ്പെട്ടത് ഈ തുസ്തറിൻ്റെ ദിവസമാണ് സഹാബ. അത് ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രമൊക്കെ നമ്മിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ 1447 പ്രവേശിച്ച് ഒരാഴ്ച നമ്മിൽ നിന്ന് പിന്നിടുമ്പോൾ
പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന എത്ര കർമ്മങ്ങൾ, നമ്മുടെ മനസ്സ് തട്ടി പറയാൻ കഴിയുന്ന ഓരോ കർമ്മങ്ങളിലും കാണിച്ച കണിശതയും ഗൗരവവും നമ്മൾ നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. സഹാബത്ത് ഒരു സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ അവരിലുണ്ടാക്കിയ വേദന, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂ ലുഅലയുടെ കുത്തേറ്റുകൊണ്ട് മദീന പള്ളിയിൽ പ്രിയപ്പെട്ടവരെ മരണമടയുന്ന സാഹചര്യത്തിൽ 16ഓളം സഹാബത്തിനെ അബൂ ലുഅലുവ കുത്തിയിട്ടുണ്ട്. ഏറ്റവും ശക്തമായിട്ട് കുടൽമാല പോലും പുറത്തു വരുമാർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉദരത്തിലേക്ക് കടാര കുത്തിക്കയറ്റി തിരിച്ചെടുത്ത അബൂ ലുഅലുവ, ബോധക്ഷയനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധം വന്ന സമയത്ത് ചോദിച്ച വാചകം നമുക്കറിയാം. അസ്വല്ലന്നാസ്, ജനങ്ങളെ നമസ്കരിച്ചോ എന്നാണ്. ജനങ്ങളെ നമസ്കരിച്ചോ? ലഹല്ല, ഇസ്ലാമിൽ ഒരു ഓഹരി പോലുമില്ല. ലിമൻ തറക സ്വലാത്ത്, നമസ്കാരം ഉപേക്ഷിക്കുന്നവർ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്വഹാബത്തിനൊക്കെ പ്രചോദനമായത് ആരുടെ ജീവിതമായിരുന്നു? ഈ സ്വഹാബത്തിനൊക്കെ പ്രചോദനമായത് ആരുടെ പ്രവൃത്തികളായിരുന്നു? ഈ സ്വഹാബത്തിനൊക്കെ മുന്നോട്ട് കുതിക്കുവാനും ഇബാദത്തുകളിൽ കണിശത വെച്ച് പുലർത്തുവാനും അവരെ ഊർജ്ജസ്വലരാക്കിയത് ആരുടെ മാതൃകയായിരുന്നു? മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവസാന നിമിഷങ്ങൾ അസ്വലാത്ത് അസ്വലാത്ത് അസ്വലാത്ത്, നമസ്കാരത്തെക്കുറിച്ച് അയവർക്കിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ ചുണ്ടുകൾ അനങ്ങുന്ന രൂപത്തിലാ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമി ലോകത്ത് നിന്ന് വഫാത്താകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ഉമ്മത്തീങ്ങൾ, ആ പ്രവാചകന്റെ അനുയായികളായ നമുക്ക് എത്രത്തോളം ഓരോ ജമാഅത്തിൻ്റെയും വിഷയത്തിൽ ശ്രദ്ധ പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. സുബഹിൻ്റെ സമയമൊന്ന് നേരത്തായപ്പോൾ പള്ളിയിലുണ്ടായിരുന്നൊരു സഫ് പകുതിയായിട്ടുണ്ടോ? എനിക്ക് ആ പള്ളിയിലെത്താൻ കഴിയുന്നില്ലേ എന്നൊരു ചോദ്യം നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അഫ്ളലുസ്സലാത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയത് ഏതിനെക്കുറിച്ചാ? സുബഹിനെ കുറിച്ച് തന്നെയാണ്. അത് ഏത് സമയത്താണ് നമസ്കരിക്കേണ്ടത്? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. നമസ്കാരം എന്നുള്ളത് നിർണിതമായ സമയത്താണ്. അതിനോരോന്നിനും കൃത്യമായ സമയമുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും രൂപത്തിൽ നമസ്കരിക്കുന്നതല്ല നമസ്കാരം. അതതിൻ്റെ കൃത്യമായ രൂപത്തിൽ കൃത്യമായ സമയത്ത് നമസ്കരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അത് നമസ്കാരമായി മാറുക. ഒരു മുസ്ലിമിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് അവനവൻ്റെ കിടക്കപ്പായിൽ നിന്ന് എണീച്ച് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന പ്രാർത്ഥനയും ചൊല്ലി പിശാച് കെട്ടിയിട്ട 3 കെട്ടുകളിൽ ഒരു കെട്ടഴിച്ച് പിന്നീട് അവന് വുളു എടുക്കുന്നതിലൂടെ ശുദ്ധിയാകുന്നതിലൂടെ 2ാമത്തെ കെട്ടുമഴിഞ്ഞ് 3ാമത്തെ കെട്ട് അല്ലാഹുവിന് വേണ്ടിക്കൊണ്ട് ഫീ ദിമ്മത്തില്ലാ, ആ സുബഹി നമസ്കരിക്കുന്നതിലൂടെ അഴിഞ്ഞു പോകുന്ന കെട്ടിലൂടെയാണോ പ്രിയപ്പെട്ടവരെ നമ്മളൊരു പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന ആത്മാർത്ഥമായ ചിന്ത നമ്മിലുണ്ടാകേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മോടാ ചോദിക്കേണ്ടത്. പള്ളിയിലേക്ക് വരാത്തവരിലേക്ക് നോക്കിയിട്ട് ചിന്തിച്ച് അവരെ പരിഹസിക്കുവാനോ കളിയാക്കുവാനോ അല്ല നമ്മൾ നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. ഞാൻ അതിനാണ് എൻ്റെ ഖുതുബയുടെ തുടക്കത്തിൽ പ്രിയപ്പെട്ടവരെ മഹാനായ സ്വഹാബിവരിൻ അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ എന്നും ഓർക്കാൻ, എന്നും വേദനിക്കാൻ, എന്നും സങ്കടപ്പെടാൻ അവർക്കൊരു ഓർമ്മയായി മാറിയെങ്കിൽ എത്രയെത്ര ജമാഅത്തുകളെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തിയവരാ നമുക്കതിൻ്റെ ഗൗരവമുണ്ടായിട്ടുണ്ടോ? നമ്മളതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വർഗം കിനാവ് കാണാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ.
നമ്മൾ സ്വർഗത്തെ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ തീക്ഷ്ണമായ തണുപ്പിലും കഠിനമായ ചൂടിലും പ്രതിസന്ധികളേറെ നിറഞ്ഞ ജീവിതത്തിലും പടച്ച റബ്ബ് പറഞ്ഞൊരു കാര്യം അവർ നിർവഹിക്കാൻ വെമ്പൽ കൊണ്ടത് സ്വർഗം കിനാവ് കണ്ടതുകൊണ്ടാണ്. നമ്മെപ്പോലെ ജീവിത സൗകര്യങ്ങൾ അവർക്കില്ല. നമ്മെപ്പോലെ 5 മിനിറ്റ് കൊണ്ട് 2-3 കിലോമീറ്റർ അകലെ നിന്ന് പള്ളിയിലേക്ക് വരാൻ സൗകര്യപ്രദമായ വാഹനങ്ങളില്ല പ്രിയപ്പെട്ടവരെ. എല്ലാവിധ സൗകര്യങ്ങളും ഇല്ലാനിട്ട് പോലും സ്വർഗം കൊതിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തത്, സ്വർഗം കൊതിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചത് ആ സ്വർഗം കിട്ടുമെന്ന ഉത്തമ ബോധ്യത്തിന് വേണ്ടിയായിരുന്നു എന്നൊരു ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഓരോ വചനങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ മൻ സല്ലൽ ഇശാ ഫി ജമാഅ, ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായി കൊണ്ട് നമസ്കരിച്ചാൽ ഫകന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അവൻ രാത്രിയുടെ പകുതി നമസ്കരിച്ച പോലെയാണ്. പലപ്പോഴും മഗ്രിബ് നമസ്കരിക്കാൻ പള്ളിയിൽ അങ്ങാടിയിൽ വന്ന എല്ലാവരും ഉണ്ടാകും. ഇശാഇനെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് ഇശാ ജമാഅത്തായിട്ട് കിട്ടലുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ടോ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ് വമൻ സല്ല സുബ്ഹ ഫീ ജമാഅ, ആരെങ്കിലും സുബ്ഹി നമസ്കാരം ജമാഅത്തായി കൊണ്ട് നമസ്കരിച്ചോ ഫകന്നമാ സല്ലൽ ലൈല കുല്ലഹാ സല്ലൽ ലൈല കുല്ലഹു, അവ ആ സുബ്ഹി നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ ഇപ്പോൾ സുലൈമാൻ ഇബ്നു അബി അസ്മാ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ സുബ്ഹി നമസ്കാരത്തിന് കാണാനില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫ കാലഘട്ടം, ഭരണകാലഘട്ടം, ഉമർ റളിയല്ലാഹു അൻഹു സുലൈമാൻ ഇബ്നു അബി അസ്മയുടെ വീടിൻ്റെ അരികിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കാണുകയാണ്, അദ്ദേഹത്തിൻ്റെ ഉറ്റവരെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ചോദിച്ചു എവിടെയാണ് സുലൈമാൻ, എവിടെ പോയി, സുബ്ഹിക്ക് കണ്ടില്ലല്ലോ. ആ ഉമ്മ പറഞ്ഞ മറുപടി പ്രിയപ്പെട്ടവരെ, ആ സഹോദരി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സുലൈമാൻ ഗലബത് ഐനാ, ഉറങ്ങിപ്പോയി. എന്തേ ഉറങ്ങിപ്പോകാനുള്ള കാരണം? രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്ത് നെഞ്ചിൽ കൈവച്ചാലോചിക്കേണ്ട ചരിത്രമാ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ നഖശിഖാതം എതിർക്കുകയാണ്. എൻ്റെ റബ്ബിന് രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതിനേക്കാൾ ഇഷ്ടം സുബ്ഹി നമസ്കരിക്കാൻ വരല. ആ വിഷയത്തിൽ പോലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലപാട് നോക്കിയേ. ഒരാൾ രാത്രി നമസ്കരിച്ചതിൻ്റെ പേരിൽ ഉറങ്ങിപ്പോയിട്ട് സുബ്ഹി ജമാഅത്ത് നഷ്ടപ്പെടുത്തിയപ്പോൾ ആ വ്യക്തിയോടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രതികരണം ഈ രൂപത്തിലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിനോട് എന്ത് ന്യായമാണ് നമുക്കൊക്കെ പറയാൻ കഴിയുക? പടച്ച റബ്ബിനോട് എന്ത് ഇളവുകളാണ് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുക? പടച്ച റബ്ബിനോട് എന്ത് എക്സ്ക്യൂസാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുക? നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സുബ്ഹി ജമാഅത്ത് കിട്ടാതെ അവൻ ആ ഒരു ദിവസത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഏറെ ഗൗരവം തന്നെയാണ്. ഇതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കിയ സഹാബത്തിന് ഇരുട്ട് പ്രശ്നമായിരുന്നില്ല, തണുപ്പ് പ്രശ്നമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, തണുപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളീയ സാഹചര്യത്തിൻ്റെ തണുപ്പിനെ വിലയിരുത്തേണ്ട. നമ്മൾ ഇന്ന് ഉംറക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുന്നവരും വിദേശ പര്യടനം നടത്തുന്നവർക്കൊക്കെ അറിയാം ആ രാജ്യങ്ങളിലെ തണുപ്പിൻ്റെ കണിശതയും തീഷ്ണതയും. ആ തണുപ്പിനെ വകവെക്കാതെയാ അവർ അല്ലാഹുവിൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇത് നമുക്ക് തണുപ്പെന്ന് പറയാൻ എന്തവസരമുള്ളത്? എങ്ങനെ ഈ തണുപ്പത്ത് നീക്കുക, എങ്ങനെ ഈ മഴയത്ത് പോവുക? എത്രയെത്ര ന്യായങ്ങളാണെന്നറിയോ നമുക്കൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്ന ചില വചനങ്ങളുണ്ട്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വ ബിഐമാനിഹിം.
മുഅ്മിനീങ്ങളെ നാളെ പ്രകാശപൂരിതരായിട്ട് ആ ഖിയാമത്ത് നാളിൽ, വിചാരണയുടെ നാളിൽ കടന്നു വരും. അവിടെ മുനാഫിക്കുകളുണ്ട് അപ്പുറത്ത്. ആയത്തിൻ്റെ ബാക്കി അങ്ങനെ, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, അവിശ്വാസിനികളും കപടവിശ്വാസികളും വിശ്വാസിനികളും പറയുന്നതാണ്, ലില്ലദീന ആമനൂ റുനാ, അല്ലേ, വിശ്വസിച്ചവരെ നോക്കിയിട്ട് പറയും എന്ത്, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഞങ്ങളൊന്ന് പകർത്തിയെടുക്കട്ടെ, കുറച്ച് ഞങ്ങളൊന്ന് എടുത്തുകൊള്ളട്ടെ. ആ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ മുഅ്മിനീങ്ങൾ പ്രകാശപൂരിതരായിട്ടാവും നാളെ ഖിയാമത്ത് നാളിൽ കടന്നു വരിക എന്ന്. നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഞങ്ങളൊന്ന് എടുക്കട്ടെ എന്ന് മുനാഫിക്കുകൾ, കപടവിശ്വാസിനികൾ, അല്ലേ, കപടവിശ്വാസിനികൾ പറയുമെന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ പറയുക. ആ പ്രകാശം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കർമ്മം ഏതാണെന്നറിയോ? അത് സുബഹി നിസ്കാരം. ഏറ്റവും വലിയ കർമ്മം ഏതാണെന്നറിയോ? അത് സുബഹി നമസ്കാരം. മനഃപൂർവ്വം പറയുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ സുബഹിൻ്റെ നേരൊന്ന് ഒരു 5:15 5:10 ജമാഅത്തിൻ്റെ സമയമെത്തിയപ്പോൾ എത്ര ആളുകൾക്ക് നമുക്ക് സുബഹി കിട്ടുന്നുണ്ട്? നമ്മൾ മുഅ്മിനീങ്ങളല്ലേ? എത്ര പള്ളികളിൽ 1.5 സഫും 2 സഫും ഉണ്ടായിരുന്ന എത്ര പള്ളികളാണ് പ്രിയപ്പെട്ടവരെ അര സഫിലേക്ക് മാറിയത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ റബ്ബിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കണം. ഏതുവരെ? നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് മരണമെന്ന മഹാസത്യം കടന്നു വരുന്നത് വരെ എന്ന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അധ്യാപനം. തണുപ്പ് കൂടുമ്പോൾ, നേരത്തെയാകുമ്പോൾ, മഴയുണ്ടാകുമ്പോൾ അങ്ങനത്തെ ഇളവുകളൊന്നും പ്രിയപ്പെട്ടവരെ അത് മൊത്തത്തിലാണ് പഠിപ്പിച്ചെനിക്കിയത്. ഇതൊന്നും നമുക്കില്ല. നമ്മുടെ സാഹചര്യത്തിലൊക്കെ അതൊക്കെ ഏറെ ഗൗരവത്തോടുകൂടെ തന്നെ കാണണം. റസൂലുള്ളാഹി പറയാ, ബശിരിൽ മശാഈൻ, നടന്നു വരുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട്. എപ്പോഴാണ് നടന്നു വരുന്നതെന്നറിയോ? കൂരാക്കൂരിരുട്ടിൽ. എവിടേക്കാണ് നടന്നു വരുന്നത്? പള്ളിയിലേക്കാണ് നടന്നു വരുന്നത്. അവർക്ക് സന്തോഷ വാർത്ത ഉണ്ട്. എന്തുകൊണ്ടാ? ഖിയാമത്ത് നാളിൽ അവർ പ്രകാശപൂരിതരാകും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയതാ പ്രിയപ്പെട്ടവരെ. അവിടെ എന്ത് ന്യായീകരണവും പടച്ച റബ്ബിൻ്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നതല്ല എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാചകമുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയെ ഫീ സ്വലാത്തിൽ ഇശാഇ വസ്വലാത്തിൽ ഫജ്ർ, ഇശാ നമസ്കാരത്തിനും സുബഹി നമസ്കാരത്തിനും കാണുന്നില്ല എങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾക്കിടയിൽ മോശം ചിന്ത കടന്നു വരുമായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. സലാഹുദ്ദീൻ ഇബ്നു അയ്യൂബിയുടെ ചരിത്രം നമുക്കറിയാൻ കഴിയും. സുബഹി നമസ്കാരമായിരുന്നു പ്രിയപ്പെട്ടവരെ അവരുടെ ആ വിജയക്കൊടി പാറിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രേരണമായത് എന്നൊക്കെ ചരിത്രത്തിൻ്റെ അധ്യാപനങ്ങളിൽ കാണാം. നോക്കിയ നിങ്ങൾ, സഹാബത്ത് സുബഹിക്കും ഇശായിനും കടന്നു വരാത്തൊരു വ്യക്തിയെ അവർ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കില്ല. ഏൽപ്പിക്കില്ല. അവരെക്കുറിച്ച് മറ്റുള്ളവർക്കൊരു മോശം ചിന്ത കടന്നു വന്നിരുന്നു എന്നുള്ളതാണ്. മോശം ചിന്ത അസാന ബിദ്വന്നെ, എത്ര ഗൗരവമാ! ഇതിനൊക്കെ എന്താണ് പ്രേരണമായത്? അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്, ഒരു നമസ്കാരവുമില്ല. എങ്ങനെയുള്ള നമസ്കാരമാണ്? മുനാഫിഖീങ്ങൾക്ക് ഇത്ര പ്രയാസമേറിയ നമസ്കാരം മറ്റൊന്നില്ല. ഏത് നമസ്കാരമാണ് പ്രിയപ്പെട്ടവരെ? സ്വലാത്തുൽ ഫജ്റും സ്വലാത്തുൽ ഇശാഉമാണ് കപട വിശ്വാസികൾക്ക് ഏറെ പ്രയാസമായ നമസ്കാരമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ളുഹറെന്നോ അസറെന്നോ മഗ്രിബെന്നോ എന്നല്ല അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. ഇശാഇന് കാണാത്തൊരു വ്യക്തിയാണോ, സുബഹിക്ക് കാണാത്തൊരു വ്യക്തിയാണോ, അവന് ഏറെ പ്രയാസമാണ്, അവന് ഏറെ ബുദ്ധിമുട്ടാണ്
ഈ ഇരു നമസ്കാരങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഹാസിബു ഖബ്ല അൻ തുഹാസബു, നമ്മളൊന്ന് സ്വയം വിചാരണ ചെയ്യണം. ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയത്തിനോട് ചോദിക്കണം, പടച്ചോനെ ഞാൻ മുനാഫിക്കാണോ, ഞാൻ കപടവിശ്വാസിയാണോ? ഒരു 40 ദിവസത്തെ ജമാഅത്ത് പ്രിയപ്പെട്ടവരെ അല്ലേ, ഇമാമിനോടൊപ്പം തക്ബീറത്തിൽ ഇഹ്റാമോട് കൂടി കിട്ടുക എന്നുള്ളത് മുനാഫിക്ക് എന്ന ലക്ഷണത്തിൽ നിന്ന് ഇല്ലാതാകുന്ന കാര്യമാണ്. നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരുത്താനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. മാറി ചിന്തിച്ചിട്ടില്ല എങ്കിൽ എത്ര വേഗതയിലാണ് മരണം നമ്മെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് പോലും അറിയില്ല. എത്രയെത്ര അനുഭവങ്ങളാണെന്നറിയോ, എത്രയെത്ര മുൻകാഴ്ചകളാണെന്നറിയോ. ചിന്തിക്കാതെ ആലോചിക്കാതെ അല്ലേ, രസിച്ച് ചിരിച്ച് കളിച്ച് ആ രൂപത്തിൽ നടക്കുന്ന എത്ര വ്യക്തികളാണ് പൊടുന്നനെ മരണത്തിലേക്ക് വഴുതി വീണത്. പടച്ച റബ്ബിൻ്റെ മുന്നിൽ പോകുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, അള്ളാഹിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വലൗ യഅലമൂന, അവരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ, എവരെങ്ങാനും പ്രിയപ്പെട്ടവരെ സുബഹും ഇശാവും നഷ്ടപ്പെടുത്തുന്നവരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ ഫീഹിമാ, അവ ഈ 2 നമസ്കാരങ്ങളുടെയും പ്രതിഫലം ലാ തൗഹുമാ വലൗ ഹബ്വാ, മുട്ടുകുത്തിയിട്ടാണെങ്കിലും അവർ കടന്നു വരുമായിരുന്നു. മുട്ടുകുത്തിയിട്ട് എഴഞ്ഞിട്ടാണെങ്കിലും അവരാ ജമാഅത്തിന് പങ്കെടുക്കാൻ അവർ കടന്നു വരുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് ഏത് സാഹചര്യമാണെന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹിൻ്റെ റസൂലെ അല്ലേ, ഇരുട്ടിൽ കൂടിയ അല്ലേ, വെളിച്ചത്തിൻ്റെ സൗകര്യങ്ങൾ വ്യാപകമായി ഇല്ലാത്ത, ശീതീകരണ ഉപകരണങ്ങളില്ലാത്ത, താങ്ങും തണലാകാനും വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളും കുറവുള്ള ആ കാലഘട്ടത്തിലാണ് ആ സഹാബത്തിനെ മുൻനിർത്തിയിട്ട അള്ളാഹിൻ്റെ റസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ എത്രവിധ സുഖലോലിപതയുടെ അങ്ങേയറ്റത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ എന്താണെന്നറിയോ, നമ്മുടെ ക്ഷീണമോ നമ്മുടെ തളർച്ചയൊന്നുമല്ല നമ്മെ സുബഹിയും അതുപോലെ മറ്റ് നമസ്കാരങ്ങളും ഇല്ലാതാക്കാൻ കാരണമാകും. നമുക്കതിനോടൊരു മുഹബ്ബത്ത് കുറഞ്ഞുപോയി എന്നുള്ളതാണ്, നമുക്കതിനോടുള്ള ഇഷ്ടം കുറഞ്ഞുപോയി എന്നുള്ളതാ. യുവാക്കളെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ടൂർണമെന്റ് അർദ്ധരാത്രിയിലാണ് തുടക്കം കുറിക്കുന്നതെങ്കിൽ ഉറക്കമൊഴിച്ചിരിക്കാൻ നമുക്ക് നമ്മുടെ ക്ഷീണം കാരണമാകാനുണ്ടോ? നമ്മുടെ തളർച്ച നമുക്ക് കാരണമാകലുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാളെ പ്ലാൻ ചെയ്തൊരു ടൂറ്, ആ യാത്രക്ക് പോകാൻ വേണ്ടി നമ്മുടെ ഉറക്കം നമ്മെ തടസ്സമാകലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദുനിയവിയായ സുഖലോലിപതയുടെ ആനന്ദങ്ങളെ കണ്ടെത്താനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ തളർച്ചയും ഉറക്കവും പ്രിയപ്പെട്ടവരെ നമുക്ക് തടസ്സമാകലുണ്ടോ? ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ ആനന്ദകരമായ, അതിനേക്കാൾ എത്രയോ സുന്ദരമായ, അതിനേക്കാൾ എത്രയോ ആഹ്ലാദകരമായ, അതിനേക്കാൾ എത്രയോ കൺകുളിർമയേകുന്ന ആ മാല ഐനു റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ മനസ്സിന് പോലും വിഭാവന ചെയ്യാൻ കഴിയാത്ത, ഒരു കണ്ണ് പോലും കണ്ടിട്ടില്ലാത്ത, ഒരു കാത് പോലും പ്രിയപ്പെട്ടവരെ കേട്ടിട്ടില്ലാത്ത ആ സ്വർഗം, അത് വിഭാവനാതീതമാണ് പ്രിയപ്പെട്ടവരെ, വിവരണാതീതമാണ് പ്രിയപ്പെട്ടവരെ. എത്ര വാജ്വാലമായി പറഞ്ഞാലും എത്തൂല, അത്രയുമാണ് ആ സ്വർഗം എന്നുള്ളത്. അത് കിനാവ് കണ്ടാലേ, അത് മനസ്സിലിങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ദുനിയാവിൽ പറയുന്ന ഒരു കാര്യം പോലും അതിനൊന്നും തടസ്സമാകില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ലം യലിജന്നാർ, നരകത്തിൽ പ്രവേശിക്കില്ലട്ടോ. ആരാ പ്രവേശിക്കാത്ത? അഹദുൻ, ഒരുവൻ. അവൻ എങ്ങനെയുള്ളവനാ? സല്ലാ ഖബ്ല തുലൂഇ ശംസ്, സൂര്യോദയത്തിന് മുന്നേ നമസ്കരിക്കുന്ന വ്യക്തിയുണ്ടല്ലോ, സൂര്യോദയത്തിന് മുന്നേ നമസ്കരിക്കുന്ന നമസ്കാരം അത് സുബ്ഹാണ്. വഖബ്ല ഖുറൂബിഹാ, സൂര്യാസ്തമയത്തിന് മുമ്പ് നമസ്കരിക്കുന്ന നമസ്കാരവും അസ്റിനെ കുറിച്ചും സുബഹിനെ കുറിച്ചും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അപ്പോൾ ഇതൊക്കെ മുനാഫിക്കുകളുടെ ലക്ഷണ. പലപ്പോഴും ളുഹറിന് ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ട് ആ ജമാഅത്ത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക,
നമ്മൾ ചിന്തിക്കുക, തിരുത്തണോ, തിരുത്തി മുന്നോട്ട് പോകണം. കാരണം നമസ്കാരം എന്നുള്ളത് കാഫിറും മുസ്ലിമും തമ്മിലുള്ള ആ വ്യതിരിക്തതയാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരം എന്നുള്ളത്. ആ വ്യത്യാസമാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരം എന്നുള്ളത്. അതിൽ പോലും നമുക്ക് ശ്രദ്ധ പുലർത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മളെത്ര തീരാ നഷ്ടക്കാരാ, നമ്മളെത്ര ദൗർഭാഗ്യവാന്മാരാ, നമ്മളെത്ര നിന്ദ്യരാണ് എന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും വേണ്ടതുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കുക, പ്രതിവിധികൾ എപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക. നമ്മുടെ തിന്മകൾ നമ്മെ സുബഹി നമസ്കാരത്തെ കെടുത്തിക്കളയും. നാം തിന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എത്ര അലാം വെച്ചാലും ഒരു പക്ഷേ നമ്മൾ എണീക്കണമെന്നില്ല. മുൻഗാമികളുടെ ജീവിത ചരിത്രത്തിൽ അവർ പഠിപ്പിച്ചു തരുന്ന പാഠങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന സ്ഖലിതങ്ങൾ നമ്മുടെ ജമാഅത്തുകളെ നമ്മിൽ നിന്ന് ഇല്ലാതാക്കി തീർക്കും. കാരണം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം എന്നുള്ളത് അല്ലേ എല്ലാ മ്ലേച്ഛവൃത്തികളിൽ നിന്നും തടയുന്നൊരു കാര്യമാണ്. എല്ലാ മ്ലേച്ഛവൃത്തികളിൽ നിന്നും തടയുന്ന കാര്യമാണ്. ഈ നിസ്കാരം നിസ്കരിച്ചിട്ടും അത്തരം മ്ലേച്ഛവൃത്തികളിൽ നാം ഏർപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സഞ്ചാരപാത മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ നമസ്കാരത്തിനെന്തോ കുഴപ്പമുണ്ടെന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനോട് കൂട്ടിച്ചേർത്തി വായിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്താണ്? കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ അൻ-നൗമ ഖബ്ല ഇശാ. റസൂലുള്ള ഇശാഇന് മുമ്പെയുള്ള ഉറക്കം ഇത് റസൂലുള്ള വെറുത്തിരുന്നു എന്നുള്ളതാണ്. അത് ഇശാ നമസ്കാരത്തെ നഷ്ടപ്പെടുത്താൻ കാരണമാകുമെന്നുള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. വൽ ഹദീസ് ബഅദഹാ, ആ ഇശാഇന് ശേഷമുള്ള നമസ്കാരവും പ്രിയപ്പെട്ടവരെ ദുനിയവിയായ എന്ത് കാര്യം പറഞ്ഞിട്ടാണെങ്കിലും എന്ത് വിഷയം പറഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ജമാഅത്ത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ നാം അതിന് ഉത്തരം പറയേണ്ടി വരും. രാത്രി മുഴുവൻ നമസ്കരിച്ചൊരു വ്യക്തിയുടെ വിഷയത്തിൽ അവന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഗൗരവപൂർവ്വം ഉപദേശിച്ചുവെങ്കിൽ എന്ത് ന്യായമാണ്, എന്ത് ഇളവുകളാണ് റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയുക എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർ. കാരണം അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹ, പടച്ചോനെ എൻ്റെ ഉമ്മത്തിൽ അവർക്ക് പ്രഭാതത്തിൽ ബർക്കത്ത് നൽകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു സമയം അത്. റസൂലുള്ളാഹിൻ്റെ പ്രാർത്ഥന എന്തായാലും അല്ലാഹു സ്വീകരിക്കും, അത് ഉറപ്പാണ്. എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ ബർക്കത്ത് നൽകണേ. പലപ്പോഴും ഉറക്കത്തിലാണ് ബർക്കത്ത് ആ സമയത്ത് ഉണ്ടാവുക. അതൊന്ന് മാറി ചിന്തിക്കണം. അലം നുസിഹലക ജിസ്മക, എടോ നിനക്ക് ആരോഗ്യം തന്നില്ലേന്ന് നാളെ പടച്ചറബ് ഒന്നാമതായി നമ്മോട് ചോദിക്കും. ആരോഗ്യം കൊണ്ട് പടച്ചറബ്ബേ നിൻ്റെ ഭവനത്തിലേക്ക് അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കത്തേക്കാൾ നിനക്ക് ഉത്തമം നമസ്കാരമാണെന്ന് പള്ളി വിനാരങ്ങളിൽ നിന്ന് ബാങ്കൊലി കേട്ടപ്പോൾ വരാൻ കൈകളൊന്ന് പൊന്തിച്ച് കാലുകളൊന്ന് പൊന്തിച്ച് ഉടലുകളൊന്ന് എണീച്ച് നിന്നുകൊണ്ട് പടച്ചറബ്ബേ നിൻ്റെ പള്ളിയിലേക്ക് വരാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവരെ പറയുന്ന ഭയാനകമായ സങ്കടകരമായ അവസ്ഥ നമ്മൾ ചിന്തിച്ച് തിരുത്തേണ്ടത് പ്രിയപ്പെട്ടവരെ തിരുത്തി മുന്നോട്ട് പോകണം. പരസ്പര സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. എണീക്കാൻ കുറച്ച് പ്രയാസമുള്ളവരാണെങ്കിൽ നമ്മളൊരു തീരുമാനമെടുക്കുക. എന്തെല്ലാം സുഹൃത്ത് ബന്ധങ്ങൾ, എന്തെല്ലാം വിഷയങ്ങളിൽ നാം പരസ്പരം ഓർമ്മപ്പെടുത്തലുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ വിളിക്കാൻ നിന്നെ സുബഹിക്ക് എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുത്ത ആ സൗഹൃദ വലയത്തിൻ്റെ ഊഷ്മളമായ അനുഭവങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചാൽ അവൻ നമസ്കരിച്ചതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുമെന്നുള്ളത് എത്ര യാഥാർത്ഥ്യമാണ് അല്ലേ? രാത്രി നമസ്കാരത്തിന് പോലും ഭാര്യയെ വിളിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ വിളിക്കുന്ന ഭാര്യ, പ്രവാചകൻ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച, പ്രവാചകൻ പ്രത്യേകം പ്രശംസിച്ച കാര്യമാണ് അവയൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രതിഫലം മനസ്സിലാക്കി നമ്മുടെ പള്ളികളിൽ പ്രിയപ്പെട്ടവരെ ജുമുഅക്കുള്ളതുപോലെ മറ്റ് വക്തുകൾക്കുള്ളതുപോലെ സുബഹീനും ഇശാഇനുമൊക്കെ നമ്മൾ വരണം. മുസ്ലിമീങ്ങൾ മുഴുവൻ വന്നുകൊണ്ട് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായൊരു കർമ്മം പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തിൽ നമ്മളൊരു വീഴ്ച വരുത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിലും കേട്ടതിലുമൊക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി
വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഉസികും ഇയ്യായ സനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മുഹറം മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് റമളാൻ കഴിഞ്ഞാൽ മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പ്രതിഫലം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു നോമ്പ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന ഒരു ഉത്തമമായ ചിന്തയും ഒരു ഉത്തമമായ തീരുമാനവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അഹ്തസിബു അലല്ലാഹി അയുകഫിറ സനത്തല്ലതി ഖബല. അല്ലേ പ്രിയപ്പെട്ടവരെ, മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടാൻ പര്യാപ്തമായിട്ടുള്ളൊരു നോമ്പ് അതിനെ നാം നഷ്ടപ്പെടുത്തിക്കൂടാ. അല്ലാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വരവേ അവിടെ യഹൂദികൾ നോമ്പ് നോൽക്കുന്നത് കണ്ടിട്ടാണല്ലോ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫിറഔനിൻ്റെ കരങ്ങളിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമയെയും അവൻ്റെ കൂട്ടരെയും രക്ഷിച്ചതിൻ്റെ പ്രതീകാത്മകമാണ് ആ ഒരു ചിന്ത, ആ ഒരു സ്മരണ അയവർക്കിയിട്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്കിൽ നിങ്ങളെക്കാൾ ഞങ്ങൾക്കാണ് മൂസാ നബി അലൈഹിസ്സലാമയോട് പ്രിയപ്പെട്ടവരെ കടമയും കടപ്പാടുമുള്ളത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പ്രിയപ്പെട്ടവരെ ആശുറ നോമ്പ് നോൽക്കുകയാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ലഇൻ ബഖീതു ഔ ലഇൻ ഇശ്തു ഇലാ ഖാബിലിൻ ലാ സൂമന്ന താസിഅ, ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നു, ഇനി അടുത്തൊരു വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ലാ സൂമന്ന താസിഅ, താസുആവും കൂടി മുഹറം 9 കൂടി ഞാൻ നോൽക്കുമായിരുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് നല്ലൊരു കാലാവസ്ഥയും മറ്റുമൊക്കെയാണ്. ഈ 2 നോമ്പുകളും നോൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഞായറാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയുമാണ് പ്രിയപ്പെട്ടവർ കൃത്യമായ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ മുഹറം 9ഉം 10ഉം കടന്നു വരിക. ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ, നമ്മുടെ കുടുംബത്തെ നോമ്പ് നോൽപ്പിക്കാൻ, നമ്മുടെ മക്കളെപ്പോലും ആ വിഷയത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കാൻ പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നാഥ, ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സന്തോഷത്തോടെയുള്ള ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യണേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം വിശാലമാക്കണേ അവരെയും ഞങ്ങളെയുമൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹുവേ, ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് ഇഖ്ലാസോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീഖ് നാഥാ പ്രദാനം ചെയ്യണേ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوة ويا قاضي الحاجات. اللهم اعتقنا من النار، اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.